കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗം ഒന്നും കൂടി വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ധർമ്മവിരുദ്ധമായി പാഖണ്ഡന്മാരെ പരിപോഷിപ്പിക്കുന്ന ഇന്ദ്രന്റെ കുൽസിത വൃത്തിയെ കുറിച്ചറിഞ്ഞ ഉഗ്രപരാക്രമിയും ഭഗവാന്റെ അവതാരവുമായ പൃഥു അത്യധികം കുപിതനായി വില്ലുമുയർത്തിപ്പിടിച്ച് ഇന്ദ്രന്റെ നേർക്ക് ശരം തൊടുക്കാൻ ഒരുങ്ങി. നേരെ നോക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ ദുസ്സഹമായ കോപത്തെ പ്രകടമാക്കുന്ന മുഖഭാവത്തോടെ, ശത്രുക്കൾക്ക് നേരിടാൻ കഴിയാത്ത വിധം അമിതമായ പരാക്രമത്തോടു കൂടിയ പൃഥു ചക്രവർത്തി ഇന്ദ്രനെ വധിച്ചിട്ടു തന്നെ വേറെ കാര്യം എന്നുറപ്പിച്ച് അതിനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട ഋത്വിക്കുകൾ രാജാവിനോട്, അതീവ ബുദ്ധിശാലിയായ മഹാരാജാവേ, യാഗദീക്ഷയോടിരിക്കുന്ന ഈ സമയത്ത് യാഗാശ്വത്തെ വധിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വധവും യുക്തമല്ല എന്നറിയാവുന്ന അങ്ങ് ഇന്ദ്രവധത്തിന് ഒരുമ്പെടുന്നത് കഷ്ടം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വൈദിക ധർമാനുസൃതമായ യാഗത്തിന് തടസ്സമുണ്ടാക്കുന്ന അങ്ങയുടെ ശത്രുവായ ഇന്ദ്രന്റെ തേജസ് ഇതിനകം തന്നെ അങ്ങയുടെ മഹിമാതിരേകത്താൽ മങ്ങിപ്പോയിരിക്കുന്നു. അതിശക്തമായ ആവാഹന മന്ത്രങ്ങളാൽ ഇതേ യാഗശാലയിൽ ഇന്ദ്രനെ വിളിച്ചു വരുത്തി ബലാത്കാരമായി അഗ്നിയിൽ ഞങ്ങൾ തന്നെ ഹോമിച്ചുകൊള്ളാം. രാജാവിനോട് ഋത്വിക്കുകൾ പറഞ്ഞതാണ്. രാജാവ് അതീവ കോപിഷ്ഠനായി, നേരെ നോക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ ദുസ്സഹമായ കോപം പ്രകടമാക്കുന്ന മുഖഭാവത്തോടു കൂടിയ ആളായി തീർന്നു പൃഥു മഹാരാജാവ്. ശത്രുക്കൾക്ക് നേരിടാൻ കഴിയാത്ത വിധം അമിതമായ പരാക്രമത്തോടു കൂടിയ പൃഥു ചക്രവർത്തി ഇന്ദ്രനെ വധിച്ചിട്ട് തന്നെ വേറെ കാര്യമെന്നുറപ്പിച്ചു. തടസ്സം നിൽക്കുന്നതിനെ, മുന്നോട്ടുള്ള പോക്കിന് തടസ്സം നിൽക്കുന്നതിനെ ഇല്ലാതാക്കുക. കാരണം അല്ലെങ്കിൽ അത് പിന്നെയും പല രീതിയിലുള്ള തടസ്സങ്ങളായി മുന്നോട്ട് വരും. അതുകൊണ്ട് ഇല്ലാതാക്കുക തന്നെ എന്നുറപ്പിച്ച് അതിനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട ഋത്വിക്കുകൾ, പൃഥുവിൻ്റെ ഈ കോപവും നിശ്ചയവും ഒക്കെ കണ്ട് മനസ്സിലാക്കിയ ഋത്വിക്കുകൾ, അതായത് യാഗത്തിന് പങ്കെടുക്കുന്ന പുരോഹിതന്മാർ, അവര് മഹാരാജാവിനോട്, പൃഥു ചക്രവർത്തിയോട് പറഞ്ഞു, അതീവ ബുദ്ധിശാലിയായ മഹാരാജാവേ, കോപം വരുമ്പം ചിന്താശേഷി കുറയും. ഏത് വികാരം വന്നാലും വിചാരം കുറയും. വിചാരം കുറഞ്ഞാൽ എടുക്കുന്ന തീരുമാനം കൃത്യമായി കൊള്ളണമെന്നില്ല. വികാരാവേശത്താൽ എടുക്കുന്ന തീരുമാനം കൃത്യമായി കൊള്ളണം എന്നില്ല. അതുകൊണ്ട് വികാരാവേശമുണ്ടായാൽ തനിക്ക് വികാരാവേശമുണ്ടായി എന്ന് തിരിച്ചറിയേണ്ടുന്നത് അനിവാര്യമാണ്. അപ്പം ഇവിടെ ഋത്വിക്കുകളാണ് ആ തിരിച്ചറിവ് പകർന്നു കൊടുക്കുന്നത്. നമ്മുടെ ധ്യാന രീതിയാണ് പരിശീലിക്കുന്നതെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും. നമ്മുടെ ധ്യാനം പരിശീലിക്കുന്ന ആൾ, അനാദര യോഗം, അവയർനെസ് മെഡിറ്റേഷൻ പരിശീലിക്കുന്ന ആൾക്ക് താൻ വികാരാവേശത്തിന് വിധേയനായി എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം വികാരാവേശത്തോടു കൂടി പ്രവർത്തിക്കരുത്. ഇവിടെ അത് കഥാരൂപത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഋത്വിക്കുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അതീവ ബുദ്ധിശാലിയായ മഹാരാജാവെ, അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങ് അതീവ ബുദ്ധിശാലിയാണ്. ബുദ്ധി കൊണ്ട് എന്താ ചെയ്യുക? വിചാരമാണ് ചെയ്യുക. അതുകൊണ്ട് വിചാരശീലനായ രാജാവെ, യാഗദീക്ഷയോടിരിക്കുന്ന ഈ സമയത്ത് യാഗാശ്വത്തെ വധിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വധവും യുക്തമല്ല. ഒരു ദീക്ഷയെടുത്തിരിക്കുന്ന സമയത്ത് മറ്റൊരു വ്രതം, മറ്റൊരു കാര്യം സ്വീകരിക്കുന്നത് ശരിയല്ല. ഉദാഹരണത്തിന്, നമ്മൾ ഒരു ദേവതയെ ആരാധിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന സമയത്ത് വേറൊരു ദേവതയെ ആരാധിക്കുന്നത് ശരിയല്ല. ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ വ്രതം പൂർത്തീകരിച്ചതിന് ശേഷമേ മറ്റൊരു വ്രതം എടുക്കാൻ പാടുള്ളൂ. ഒരു ദീക്ഷ
എടുത്തു കഴിഞ്ഞാൽ ആ ദീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അത് സാമാന്യ നിയമമാണ്. അത് ഏതു ദീക്ഷയ്ക്കും ബാധകമാണ്. അതീവ ബുദ്ധിശാലിയായ മഹാരാജാവേ, യാഗദീക്ഷയോടിരിക്കുന്ന ഈ സമയത്ത് യാഗാശ്വത്തെ വധിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വധവും യുക്തമല്ല. യാഗാശ്വത്തെ വധിക്കുക എന്നുള്ളതാണ് യാഗത്തിന് ദീക്ഷിച്ചിരിക്കുന്നയാളുടെ ഉത്തരവാദിത്വം, അല്ലാതെ മറ്റു വധങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഈ ദീക്ഷ സ്വീകരിച്ചിരിക്കെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് മനസ്സ് വ്യതിചലിച്ചു പോകരുത്. പല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ മനസ്സ് വ്യതിചലിച്ചു പോകും. മനസ്സ് വ്യതിചലിച്ചു പോകുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു കാര്യത്തിൽ അർപ്പിക്കാൻ കഴിയാതെ പോകും. പൂർണ്ണമായിട്ട് ഒരു കാര്യത്തിൽ അർപ്പിക്കാൻ പറ്റാതെ പോകുമ്പോൾ ആ പ്രവൃത്തി പൂർണ്ണതയിലെത്താതെ വരും. അപ്പം ഇന്ദ്രൻ എന്തൊന്നാണോ ഉദ്ദേശിച്ചത് അത് ഇന്ദ്രനെ വധിക്കാനായിട്ട് പോയാൽ സംഭവിക്കും. ഇന്ദ്രൻ എന്താ ഉദ്ദേശിച്ചത്? ഈ വ്രതത്തിന്, ഈ യാഗത്തിന് ഭംഗം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ യാഗം ചെയ്യാൻ തീരുമാനിച്ചുറച്ചിരിക്കുന്ന പൃഥുമഹാചക്രവർത്തിയുടെ മനസ്സ് അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ഇന്ദ്രൻ ഉദ്ദേശിച്ചത് ഫലിച്ചു. കാരണം അദ്ദേഹത്തിന് പൂർണ്ണ സമർപ്പിതനാകാൻ കഴിയില്ല. പൂർണ്ണ സമർപ്പിതനാകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി പൂർണ്ണതയിലേക്ക് എത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പൂർണ്ണമായിട്ടും അതിൽ സമർപ്പിതരായിരിക്കണം. അങ്ങനെ സമർപ്പിതരായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ചിന്നിച്ചെതറി പോകും. അപ്പൊ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അതീവ ബുദ്ധിശാലിയായ രാജാവേ എന്ന് ആദ്യം വിളിച്ചത്. വിചാരശീലനായ രാജാവേ, അങ്ങേക്കറിയാവുന്ന കാര്യമല്ലേ ഇത്? മറ്റൊരു വധവും യുക്തമല്ല എന്നറിയാവുന്ന അങ്ങ് ഇന്ദ്രവധത്തിന് ഒരുമ്പെടുന്നത് കഷ്ടം തന്നെയല്ലേ? അപ്പൊ അങ്ങയുടെ മനസ്സ് വ്യതിചലിച്ചു പോവില്ലേ? ഏകാഗ്രത ഇല്ലാണ്ടാവില്ലേ? ഏകാഗ്രത ഇല്ലാണ്ടായാൽ ചെയ്യുന്ന കർമ്മം പിഴച്ചു പോകാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇവര് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചപ്പം അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മുടെ ധ്യാനത്തിലും അതേപോലെ തന്നെയാണ്. ധ്യാനം നിരന്തരം പരിശീലിക്കുന്ന ഒരാള് വികാരാവേശത്തിന് വിധേയരായാൽ അത് തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിവ് വികാരാവേശത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ആ ആളെ പിന്തിരിപ്പിക്കും. നമ്മുടെ ധ്യാന രീതി പരിശീലിക്കുന്നത് കൊണ്ടുള്ള പല ഗുണങ്ങളിലൊന്ന് ഇതാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വികാരാവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. വിചാരത്തിൻ്റെ പിൻബലമില്ലാതെ വികാരാവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല 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 പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ വികാരാവേശത്തിന് വിധേയരായി തീരാതിരിക്കുവാൻ നമ്മുടെ ധ്യാന രീതി പരിശീലിച്ചാൽ സഹായകരമാകും. ഇവിടുത്തെ ഋത്വിക്കുകളുടെ റോളായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അപ്പൊ അത് അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, വൈദിക ധർമാനുസൃതമായ യാഗത്തിന് തടസ്സമുണ്ടാക്കുന്ന അങ്ങയുടെ ശത്രുവായ ഇന്ദ്രന്റെ തേജസ് ഇതിനകം തന്നെ അങ്ങയുടെ മഹിമാതിരേകത്താൽ മങ്ങിപ്പോയിരിക്കുന്നു. അങ്ങയുടെ മഹിമയുണർത്തിയ അസൂയയും അസ്വസ്ഥതയും കാരണമാണ് ഇന്ദ്രൻ ഇതൊക്കെ ചെയ്യുന്നത്. അസൂയ കൊണ്ട് അസ്വസ്ഥരായിട്ട് ആർക്കെതിരെയാണോ നാം പ്രവർത്തിക്കുന്നത് ആ ആളുടെ മഹത്വത്തിന് മുമ്പിൽ നമ്മുടെ മഹിമയ്ക്ക് മങ്ങലേൽക്കും. അസൂയ വാസ്തവത്തിൽ മറ്റൊരു തരത്തിലുള്ള ആരാധന തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ അസൂയപ്പെടുന്നവർ വാസ്തവത്തിൽ മറ്റൊരു തരത്തിൽ നമ്മളെ അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അസൂയപ്പെടുന്നവരുടെ കേമത്വം നമ്മളോട് അസൂയയുണ്ട് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ മങ്ങിപ്പോകും.
ഇവിടെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ദ്രന്റെ തേജസ് ഇതിനകം തന്നെ അങ്ങയുടെ മഹിമാതിരേകത്താൽ മങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇന്ദ്രന് വലിയ തേജസ്സൊന്നുമില്ല. കാരണം ദേവേന്ദ്രനാണ്, ദേവന്മാരുടെ രാജാവാണ്. ഈ ദേവന്മാരുടെ രാജാവ് എന്ത് ചെയ്യാനാണ് ഈ പരിശ്രമിക്കുന്നത്? കേവലം മനുഷ്യനായ ഒരാൾ നടത്തുന്ന യാഗത്തിന് ഭംഗം വരുത്താനാണ് ഉദ്യമിക്കുന്നത്. ഈ യാഗത്തിൽ ആഹ്വാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേവത ആരാണ്? ഇന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ഈ ഇന്ദ്രൻ തന്നെയാണ് ഇത് തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇന്ദ്രന്റെ മഹിമാവ് മങ്ങിപ്പോയിരിക്കുന്നു. അതിശക്തമായ ആവാഹന മന്ത്രങ്ങളാൽ ഇതേ യാഗശാലയിൽ ഇന്ദ്രനെ വിളിച്ചു വരുത്തി ബലാത്കാരമായി അഗ്നിയിൽ ഞങ്ങൾ തന്നെ ഹോമിച്ചു കൊള്ളാം. അങ്ങതിനു വേണ്ടി മെനക്കെടണ്ട, ഞങ്ങൾ തന്നെ ഇന്ദ്രനെ ആഹ്വാനം ചെയ്ത് ഇവിടെ വരുത്തി ഞങ്ങൾ തന്നെ മന്ത്രങ്ങളാൽ ഇന്ദ്രനെ ബലാത്കാരമായിട്ട് ഹോമിച്ചു കൊള്ളാം. ഞങ്ങൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഹോമിക്കാം. അതുകൊണ്ട് അങ്ങ് ഈ പ്രയത്നത്തിന് വേണ്ടിയിട്ട് പുറപ്പെടരുത്, അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഞങ്ങൾ ഇന്ദ്രനെ ഹോമിച്ചു കൊള്ളാം. ഏതൊരു ദേവതയെ പ്രീതിപ്പെടുത്താനാണോ ഈ യാഗം ചെയ്യുന്നത്, ആ ദേവത തന്നെ തടസ്സമായി വരികയാണ്. ഇവിടെ വലിയൊരു അർത്ഥതലത്തിലേക്ക് ഈ കഥാഭാഗത്തിലൂടെ വ്യാസഭഗവാൻ നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുകയും ചെയ്യാം. ഇത് മനസ്സിലാക്കാൻ വല്ലാണ്ട് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ആധ്യാത്മികതയിൽ അനായാസമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ സമയത്ത് നമുക്ക് വേണ്ടത്. നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അനായാസമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ആ സാധനാ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ മെനക്കെടണ്ട. കേൾക്കുക, മനസ്സിലായില്ലെങ്കിൽ വിട്ടുകളയുക. പിന്നെ എപ്പോഴെങ്കിലും കേൾക്കുമ്പം ചിലപ്പം ഇത് മനസ്സിലാകും, ചിലർക്കിത് എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. മൈത്രേയ മുനി കഥ വിദുരരോട് തുടരുകയാണ്. വിദുരരെ, യജമാനനായ പൃഥ്വിചക്രവർത്തിയെ ഇപ്രകാരം പറഞ്ഞ് ശാന്തനാക്കിയ ശേഷം ദേവേന്ദ്രനെ ആഹ്വാനം ചെയ്യുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ക്രോധത്തോടെ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ ആഹൂതി ചെയ്യാനുള്ള പാത്രങ്ങൾ കയ്യിലേന്തി ഹോമകർമ്മം അനുഷ്ഠിക്കുന്ന ഋത്വിക്കുകളുടെ ഹോമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഋത്വിക്കുകളുടെ സമീപത്ത് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി അവരെ അതിൽ നിന്ന് തടഞ്ഞു. അപ്പം അവര് ഋത്വിക്കുകള് പൃഥ്വി മഹാചക്രവർത്തിയോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു? അവര് പൃഥ്വി മഹാരാജാവിനെ ശാന്തനാക്കി. എന്നിട്ട് ഈ ദേവേന്ദ്രനെ ആഹ്വാനം ചെയ്യുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ആ മന്ത്രങ്ങൾ ഉരുവിട്ടാൽ ദേവേന്ദ്രൻ അവിടെ വന്നേ തീരൂ. മന്ത്രങ്ങൾക്കു വിധേയനാണ് ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രൻ അവിടെ വന്നേ തീരൂ. അങ്ങനെ ഉരുവിട്ടുകൊണ്ട് ക്രോധത്തോടെ, കാരണം ഈ യാഗം എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പേറ്ററി യാഗമാണ്, എല്ലാവരും കൂടെ ചേർന്ന് പങ്കെടുത്തിട്ട് ചെയ്യുന്ന യാഗമാണ്. പൃഥുവിനെതിരെ മാത്രമല്ല അപ്പം ഇന്ദ്രൻ പ്രതിസന്ധി സൃഷ്ടിച്ചത്, ഈ യാഗം ചെയ്യുന്ന എല്ലാവർക്കും ആ പ്രതിസന്ധി ബാധകമാണ്. അതുകൊണ്ട് പൃഥുവിനുണ്ടായതുപോലെ തന്നെയുള്ള കോപം ഈ ഋത്വിക്കുകൾക്കുമുണ്ട്. അപ്പൊ ആ ഋത്വിക്കുകള് ക്രോധത്തോടെ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ ആഹൂതി ചെയ്യാനുള്ള പാത്രങ്ങൾ കയ്യിലേന്തി ദേഷ്യത്തോടു കൂടി ആണ് ആഹ്വാനം ചെയ്യുന്നത്. കാരണം മാരണകർമ്മം ചെയ്യുമ്പം ചിരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇതിപ്പോ മാരണകർമ്മമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ദ്രനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഹോമം ചെയ്യുന്നത്. അത് മാരണമാണ്. ഈ വക ചിന്തകളെല്ലാം എല്ലാവരുടെയും മനസ്സുകളിലൂടെ കടത്തുപോകും. അതായത് ഋത്വിക്കുകളായതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആധ്യാത്മികമായിട്ട് എത്ര ഉയർന്നാലും മനുഷ്യ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ബ്രെയിനിന്റെ പരിമിതി നമുക്കുണ്ടാകും. ഈ വക ചിന്തകളെല്ലാം മാരണം, ഉച്ചാടനം, വിദ്വേഷണം, വശ്യം,
ആകർഷണം തുടങ്ങിയ ചിന്തകളെല്ലാം നമ്മളിലൂടെ കടന്നു പോകും. ഇതൊന്നും ആധ്യാത്മികനായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവുകയില്ല എന്ന ധാരണ അബദ്ധധാരണയാണ്. ഇതൊരു വെജിറ്റബിൾ സ്റ്റേറ്റ് അല്ല. സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റേറ്റ് അല്ല, അത് ലൈവാണ്. അതിൽ ഈ വക എല്ലാ വികാര വിചാരങ്ങളും കടന്നു പോകും. അതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഒന്നും സ്വാധീനത്തിൽ പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആധ്യാത്മികത. അല്ലാണ്ട് ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലരുടെയും ധാരണ ഒരു ആനന്ദാവസ്ഥയിൽ അങ്ങനെ വിഹരിക്കും. അങ്ങനെ ആനന്ദാവസ്ഥയിൽ ഒരുപാട് നേരം വിഹരിക്കുവാൻ പ്രാപ്തമാക്കിയിട്ടുള്ള ഒരു തലച്ചോറല്ല നമ്മളുടേത്. അതുകൊണ്ട് അധികം നേരം ആനന്ദത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിൽ നിൽക്കാൻ പറ്റില്ല. അടിച്ചു പോകും, ബ്രെയിനും ഹൃദയവും ഒക്കെ അടിച്ചു പോകും. അതുകൊണ്ട് താഴോട്ട് വന്നേ പറ്റുള്ളൂ. താഴോട്ട് വരുമ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തിലാണുള്ളത്. മാനുഷികമായിട്ടുള്ള എല്ലാ വിചാരവികാരങ്ങളും നമുക്കുണ്ടാകും. ഇതുണ്ടാവുകയില്ല എന്നുള്ള ധാരണ എങ്ങനെയാണ് വന്നത് എന്നത് എനിക്കറിയില്ല. അതാരാണ് നമുക്കുണ്ടാക്കി തന്നത് എന്നും എനിക്കറിയില്ല. നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ മുഴുവൻ, വേദ പുരാണ ഇതിഹാസങ്ങൾ മുഴുവൻ അരിച്ചു പെറുക്കിയാൽ അതിൽ പരമമായ പദത്തിൽ എത്തിയവർക്കെല്ലാം ഇതുപോലത്തെ പലതരത്തിലുള്ള വിചാരവികാരങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിചാരവികാരങ്ങളൊന്നുമില്ലാത്ത ഒരു മൂഢന്റെ അവസ്ഥയല്ല പരമമായ അവസ്ഥ. അത് ജീവസ്സുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ലൈവാണത്. അതുകൊണ്ട് ഇവർ ക്രോധത്തോട്, യാഗത്തിന് അങ്ങനെ ക്രോധത്തോടു കൂടി ഹോമിക്കാൻ പാടുണ്ടോ? ഋത്വിക്കുകൾ ശാന്തരായിരിക്കണ്ടേ? നമ്മളുടെ ഈ വക വ്യാഖ്യാനങ്ങൾ, നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും ആധ്യാത്മികതയെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങള് പരിമിതമായ അറിവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ആ പരിമിതമായ അറിവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിഗമനങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ നിരീക്ഷണം കൃത്യമായി കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തുറന്ന മനസ്സോടുകൂടി വേണം നമ്മൾ ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകുവാൻ. പലരും വളരെ സങ്കുചിതവും ഇടുങ്ങിയതുമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ്, കുതിരയ്ക്ക് ലാടം വെച്ചതുപോലെയാണ് ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഓപ്പൺ ആയിരിക്കണം. വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധ്യതകളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ പലരുടെയും നിഗമനങ്ങൾ വളരെ തുച്ഛമായ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പല നിഗമനങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് അത് ഈ അവസരത്തിൽ ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം ക്രോധത്തോടുകൂടി ഋത്വിക്കുകൾ ഹോമിക്കാൻ പാടുണ്ടോ? അതൊരു യാഗമാണോ? ആ യാഗം സാത്വികമാണോ? ഈ വക ചോദ്യങ്ങളൊന്നും പ്രസക്തമല്ല. കാരണം ഋത്വിക്കുകളായാലും പൃഥ്വിചക്രവർത്തിയായാലും ഇന്ദ്രനായാലും ആരായാലും ഈ വക വിചാരവികാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മനുഷ്യന്റെ മനസ്സിലൂടെ ഈ വക കൊല്ലാനുള്ള ആഗ്രഹം, അതാണല്ലോ ഏറ്റവും മോശമായ ആഗ്രഹം, വേറൊരാളെ കൊല്ലാനുള്ള ആഗ്രഹം. ആ കൊല്ലാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ആരും ഇതിൽ നിന്ന് വിമുക്തരല്ല. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ മാത്രമാണ്. ഇവരെന്ത് ചെയ്തു? ഇവർ ക്രോധത്തോടുകൂടി ഇന്ദ്രനെ ആഹ്വാനം ചെയ്യാനുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അഗ്നിയിൽ ആഹൂതി ചെയ്യാനുള്ള പാത്രങ്ങൾ, ഹോമദ്രവ്യങ്ങൾ പാത്രങ്ങളിലാക്കി ആഹൂതി ചെയ്യാനുള്ള ഉദ്യമത്തോടു കൂടി നിൽക്കുന്ന ഋത്വിക്കുകളുടെ സമീപത്ത് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി അവരെ അതിൽ നിന്ന് തടഞ്ഞു. അപ്പൊ ഈ ഹോമദ്രവ്യങ്ങള് ഓരോന്നിനും ഓരോ ദ്രവ്യങ്ങളുണ്ട്. മനുഷ്യന്റെ മനസ്സിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാമനാപൂർത്തീകരണത്തിന്
വ്യത്യസ്തങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങളാണ് ഹോമിക്കുക. ആ ദ്രവ്യങ്ങളുടെ ആഹൂതി കൃത്യമായ മന്ത്രോച്ചാരണത്തോടു കൂടിയാകുമ്പോൾ അതിന് ഫലമുണ്ടാകും. അതായത് ഈ ഋത്വിക്കുകള് ക്രോധത്തോടുകൂടി, അതിന് ഭാവമൊക്കെ വേണം. ഈ ഷഡ്കർമ്മങ്ങൾ ചെയ്യുമ്പം ശാന്തി, വശ്യം, വിദ്വേഷണം, സ്തംഭനം, ഉച്ചാടനം, മാരണം, ഇതൊക്കെ ചെയ്യുമ്പം അതിന് ഭാവം വേണം. ഇൻഡിഫറൻ്റ് ആയിട്ട് ചെയ്താൽ ഫലിക്കില്ല. ആ ഭാവത്തോടു കൂടി വേണം ചെയ്യാൻ. അങ്ങനെ ആ ഭാവത്തോടു കൂടി, കൃത്യമായ ഉച്ചാരണത്തോടു കൂടി, കൃത്യമായ ദ്രവ്യങ്ങൾ ഹോമിച്ചാൽ സംഗതി നടക്കും. അതുകൊണ്ട് ഇന്ദ്രനെ കൊല്ലാനുള്ള, ഇന്ദ്രനെ ഇല്ലാതാക്കാനുള്ള പുറപ്പാടിലാണ് ഋത്വിക്കുകൾ. അതിൽ നിന്ന് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി അവരെ തടഞ്ഞു. അതായത് ഈശ്വരീയമായ ഇന്റർവെൻഷൻ വേണ്ടിടത്തെല്ലാം ഉണ്ടാകും. അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നവരുടെ മുന്നോട്ടുള്ള പോക്കാണ് സുഗമമായിരിക്കുക എന്നും കൂടി വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.